ഒന്നാമത്തെ ചോദ്യം നോക്കാം. എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ചത് പരിചയപ്പെട്ടല്ലോ. അവയുടെ സവിശേഷതകൾ എഴുതുക. അതിൻ്റെ ഉത്തരം നോക്കാം. തേട്ടിക്കുന്ന്, ചെറുകുന്ന്, പുല്ലാനിക്കുന്ന്, തോടുകൾ, പുഴകൾ, പാടങ്ങൾ എന്നിങ്ങനെ തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് തട്ടകത്തിലൂടെ കോവിലൻ ആവിഷ്കരിക്കുന്നത്. ആദിവാസി ജീവിതത്തിൻ്റെ അടയാളങ്ങളായ ഏറുമാടം, കഞ്ഞിപ്പുര, അവരുടെ ഭക്ഷണരീതികൾ, തീയുണ്ടാക്കുന്ന പരമ്പരാഗത രീതി മുതലായവയൊക്കെ കൊച്ചരേത്തിയിലൂടെ നാരായണൻ പറഞ്ഞു വയ്ക്കുന്നു. ഹൃദയദേശമായ ബർമയിലെ ബില്ലീൻ നഗരമാണോ അതോ പഠിച്ചു വളർന്ന കോവിൽക്കണ്ടി ദേശത്താണോ തൻ്റെ സ്വത്വമുള്ളത് എന്ന അന്വേഷണത്തിലാണ് യു.എ. ഖാദർ. നഷ്ടപ്പെട്ടുപോയ ദേശസംസ്കാരത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും ഓർമ്മകളിലൂടെ അയവിറക്കുകയും മനുഷ്യർ അകന്നുപോയതിൻ്റെ ദുഃഖസ്മൃതികളുമാണ് ഷീല ടോമി പങ്കുവയ്ക്കുന്നത്. ദേശം വ്യക്തിയെയും സാമൂഹ്യ ജീവിതത്തെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നും ഓരോ ദേശത്തിനും അതിൻ്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ പെരുമയുണ്ടെന്നും അടയാളപ്പെടുത്തുകയാണ് എഴുത്തുകാർ ചെയ്യുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണുവാനുണ്ടായിരുന്നു. സി.വി. രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ നിന്നെടുത്ത വരികളാണ്. അടുത്തത്. തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്. ഇത് തട്ടകത്തിലെ വരികളാണ്. ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദമാക്കുക. തീർച്ചയായും രണ്ട് വാക്യങ്ങൾക്കും ശക്തമായ ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സി.വി. രാമൻപിള്ള പറഞ്ഞിരിക്കുന്നത്? വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ ഒരു ഘോഷയാത്രയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കുടകൾ പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ വായനക്കാരൻ്റെ മനസ്സിലും ആ ദൃശ്യം ഒരു ചിത്രത്തിൽ വരച്ചതുപോലെ തെളിയുന്നുണ്ട്. അപ്പോൾ കോവിലൻ പറയുന്നതോ തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്. അപ്പോൾ തെക്ക് കഴിഞ്ഞാൽ വടക്ക് ചെറുകുന്ന്. തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിലാണ് ഏത് വരുന്നത്? പുല്ലാനിക്കുന്ന് വരുന്നത്. ഇതിലൂടെ തന്നെ ആ കുന്നുകളുടെ സ്ഥാനവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരത്തിൽ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്തെഴുതാം? രണ്ട് വാക്യങ്ങൾക്കും ശക്തമായ ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നുണ്ട്. സി.വി. രാമൻപിള്ളയുടെ വർണ്ണനയിൽ കരിമ്പനക്കൂട്ടങ്ങളെ ഘോഷയാത്രയിൽ പിടിച്ച പച്ചക്കുടകളായി കൽപ്പിച്ചത് വായനക്കാരിൽ മനോഹരമായ കാഴ്ചാനുഭവം തന്നെ സൃഷ്ടിക്കുന്നു. കോവിലൻ്റെ വിവരണത്തിൽ കുന്നുകളുടെ പേരും അവയുടെ സ്ഥാനവും മനസ്സിലാക്കുമ്പോൾ തന്നെ ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു ഏകദേശ രൂപവും വായനക്കാരൻ്റെ മനസ്സിൽ തെളിയുന്നു. കരിമ്പനകളുടെ ഉയരവും പ്രൗഢിയും വ്യക്തമാക്കാൻ നെടുതായി വളർന്നു നിൽക്കുന്ന എന്ന പ്രയോഗം കൊണ്ടുവന്നതും വനദേവതയുടെ ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ എന്ന ഉപമ കൊണ്ടുവന്ന് ആ കാഴ്ചയ്ക്ക് ഒരു ദൈവീക പരിവേഷം കൊടുത്തതും സി.വിയുടെ വർണ്ണനകളിലെ ഔചിത്യം വ്യക്തമാക്കുന്നു. കോവിലൻ്റെ തട്ടകം എന്ന കൃതിയിൽ ഒരു പ്രത്യേക ദേശത്തിൻ്റെ തനിമയും യാഥാർത്ഥ്യവും അവതരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ കൃത്യവും ലളിതവുമായ സ്ഥാനനിർണയത്തിലൂന്നിയ വിവരണം ഇവിടെ കൂടുതൽ ഔചിത്യമുള്ളതാക്കുന്നു. അപ്പോൾ പാഠപ്രവർത്തനം 2ൻ്റെ ഉത്തരം എഴുതിയെടുത്തു എന്ന് കരുതുന്നു. ഇനി അടുത്തത് നോക്കാം. കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ ഏതൊക്കെയാണ്? അവയിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. നാരായൺ തൻ്റെ കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് ആദിവാസി സമൂഹത്തിൻ്റെ തനതായ ജീവിതത്തെയും സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്ന നിരവധി ദേശമുദ്രകൾ ഉപയോഗിക്കുന്നു. മരുതിൻ ചുവട്ടിലെ കഞ്ഞിപ്പുരയും മരുതുമരത്തിലെ ഏറുമാടവും ആദിവാസി സമൂഹത്തിനെ അടയാളപ്പെടുത്തുന്നു. ഏറുമാടം പണിയുന്നതിലൂടെയും വെള്ളം ശേഖരിക്കുന്നതിലൂടെയുമെല്ലാം അവരുടെ കഠിനാധ്വാനത്തെയാണ് പ്രകടമാക്കുന്നത്. ഈ ദേശമുദ്രകളിലൂടെ പുറം ലോകത്തിൻ്റെ വലിയ സ്വാധീനമില്ലാത്ത പ്രകൃതിയോട് ചേർന്ന് തനത് ജീവിതം നയിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് നാരായൺ തൻ്റെ കൃതിയിൽ അവതരിപ്പിക്കുന്നത്. എഴുതിയെടുത്ത് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് അടുത്ത പ്രവർത്തനം വായിക്കാം. ഭാരതപ്പുഴ എന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു. കടലും കായലും തോടുമുള്ള എൻ്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തുള്ളതായി തോന്നി. വാമൊഴികൾ വരമൊഴികൾ. ONV കുറുപ്പ്. ഏതാണ് എൻ്റെ ദേശം? പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ? ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യ ഒരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ? ദേശം വ്യക്തികളിൽ വ്യത്യസ്ത അനുഭവങ്ങളായി മാറുന്നത് എങ്ങനെ? സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2 കൊട്ടേഷൻസും നന്നായി വായിച്ചു നോക്കുക.
ഇവിടെ ONV എന്താണ് പറയുന്നത്? എൻ്റെ ഗ്രാമത്തിലും കടലും കായലും തോടും ഒക്കെ ഉണ്ട്, എന്നിട്ടും ഭാരതപ്പുഴ എന്നെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഗാദർ എന്താണ് പറയുന്നത്? അദ്ദേഹം ജനിച്ച് ബാല്യകാലം പിന്നിട്ടത് ബില്ലീൻ എന്ന ഗ്രാമത്തിലാണ്. എന്നാൽ അദ്ദേഹത്തിന് ആശ്രയം നൽകിയത് തൃക്കോട്ടൂർ ദേശമാണ്. ഇതിലേതാണ് തൻ്റെ സ്വന്തം ദേശം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇതിലൂടെ തന്നെ രണ്ട് എഴുത്തുകാരെയും ദേശം സ്വാധീനിക്കുന്നത് രണ്ട് തരത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് സെൻറ്റൻസും കൃത്യമായി വായിച്ചു നോക്കി അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ദേശം എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ കടലും കായലും ഒക്കെ ഉണ്ടായിട്ടും ഭാരതപ്പുഴയോട് പ്രത്യേക ആകർഷണം അദ്ദേഹത്തിന് തോന്നുന്നു. ചിരപരിചിതമായ കാഴ്ചകൾക്കപ്പുറം പുതിയ അനുഭവങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്ന കവി മനസ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഭാരതപ്പുഴയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമോ അല്ലെങ്കിൽ അതിൻ്റെ വിശാലതയും ശാന്തതയും ആകാം കവിക്ക് ഈ ദേശത്തോട് പ്രത്യേക മമത തോന്നാൻ കാരണം. ദേശം എന്ന അനുഭവം UA ഗാദറിനെ സംബന്ധിച്ച് ഒന്നല്ല പലതാണ്. ബർമ്മയിലെ ബില്ലീൻ ഗ്രാമം പെറ്റുവളർന്ന നാട് എന്ന നിലയിൽ ബാല്യകാല ഓർമ്മകളും ആദ്യാനുഭവങ്ങളും നിറഞ്ഞ ഒരു വൈകാരികമായ അടുപ്പം അദ്ദേഹത്തിന് ഈ ദേശത്തോട് ഉണ്ടാകാം. എന്നാൽ തൻ്റെ സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും നൽകുകയും വാർദ്ധക്യത്തിൽ ആശ്രയമേകുകയും ചെയ്ത നാട് എന്ന നിലയിൽ തൃക്കോട്ടൂരംശം പാലൂര് ദേശത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായക സ്ഥാനമുണ്ട്. അങ്ങനെ 4 പഠന പ്രവർത്തനങ്ങളുടെയും ഉത്തരം എഴുതിയെടുത്തു എന്ന് കരുതുന്നു. ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.